എങ്കാടപ്പ 16 എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ വിഷയത്തെ ഈ സബ്ജക്റ്റിന് നോക്കാം. ചില ആളുകളെ കണ്ടിട്ടില്ലേ, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, എന്താണ് ചെയ്യുന്നതെന്നറിയില്ല, എങ്ങനെയാണ് തുടങ്ങുന്നത് അറിയില്ല. വീണടം വിഷ്ണുലോകം ഇങ്ങനെ വല്ലാത്ത രൂപത്തിൽ അങ്ങ് കാട്ടിക്കൂട്ടി അങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും. പരീക്ഷ എഴുതുന്നതാവട്ടെ, ഭക്ഷണം കഴിക്കുന്നതാവട്ടെ, കുളിക്കുന്നതാകട്ടെ, പല്ല് തേക്കുന്നതാകട്ടെ, ഏത് വിഷയം എടുത്തോളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതാകട്ടെ, ഒരു സ്ഥലത്ത് പോകാന്നതാകട്ടെ, പോകാൻ പറഞ്ഞാൽ പോകും, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. അങ്ങനെ യാതൊരു ധാരണയും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഭൂമിയിൽ. അവരെക്കുറിച്ചാണ് നമ്മൾ സാധാരണ പറയുന്നത് എങ്കാടപ്പ 16. കിട്ടിയതെല്ലാം നല്ലതിന്, എന്നിനും ഒരു സങ്കടമില്ല, പ്രയാസമില്ല, ചെയ്തതിനെക്കുറിച്ചൊരു കുറ്റബോധമില്ല, ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടിയില്ല, ഒന്നുമില്ലാത്തൊരു വിഭാഗം ആളുകളുണ്ട്. അവരെ നമ്മൾ പറയുന്ന ഒരു നല്ല രസകരമായി പറയുന്ന അല്ലെങ്കിൽ തമാശ രൂപത്തിലൊക്കെ പറയുന്നതാണ് ഈ എങ്കാടപ്പ 16 എന്ന്. നിങ്ങളുടെ സമൂഹത്തിൽ ശ്രദ്ധിച്ചു നോക്കൂ, ചുറ്റും നോക്കൂ, ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ കാണും. നമ്മുടെ വീട്ടിൽ തന്നെ കാണും. പറഞ്ഞാൽ കേൾക്കില്ല, കേട്ടാൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യത്തില്ല, കേട്ടതായി ഭാവിക്കത്തില്ല. നമ്മൾ ഒന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കുന്ന മറ്റൊന്നായിരിക്കും, ചോദിക്കുന്നതിന് നല്ല ഉത്തരം പറയുന്നത് എല്ലാം നിസ്സാരമായിട്ട് എടുക്കും. അങ്ങനെ യാതൊരു തത്വദിശയുമില്ലാതെ യാതൊരു കാര്യത്തിനോടും കൃത്യമായ റെസ്പോൺസ് ഇല്ലാതെ ജീവിക്കുന്ന, അങ്ങനെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് മല്ലൂസുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ പറ്റും എങ്കാടപ്പ 16 എന്താ അവർക്ക് എല്ലാം കണക്കാ. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെക്കുറിച്ച് വല്ല കാഴ്ചപ്പാടുണ്ട്. എന്തിനായി ഭൂമിയിൽ വന്നത്, എങ്ങോട്ടാ പോകുന്നത്, എന്ത് കഴിച്ചു, അങ്ങനെ അങ്ങ് ജീവിക്കും. വന്നതിന് വേണ്ടി ജീവിക്കുന്നു, ജീവിക്കുന്നതിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആളുകളും ഉണ്ട് ഈ ഭൂമിയിൽ. വ്യത്യസ്തമായ ആളുകളുണ്ടല്ലോ. ലക്ഷ്യബോധമുണ്ടോ? ലക്ഷ്യബോധമില്ല. എന്നാൽ കാര്യങ്ങൾ ശരിയായി ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ചെയ്യും. എന്തായാലും കുറേ അധികം ദാമോദരന്മാർ ഇവിടെ ഉണ്ട്. എങ്കാടപ്പ 16.